നമസ്കാരം. ബിഗ് ബോസ് ഷോ കൊണ്ട് ജീവിതം മാറി മറിഞ്ഞ നിരവധി താരങ്ങളുണ്ട്. അതിലൊരാളാണ് നാദിറ മെഹ്റിൻ. മലയാളം ബിഗ് ബോസിന്റെ 5ാം സീസണിലെ ഏറ്റവും ശക്തിയായ മത്സരാർത്ഥിയായിരുന്നു നാദിറ. ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ്, മോഡൽ, അഭിനേത്രി എന്നിങ്ങനെ നാദിറയെ പറ്റിയുള്ള വിശേഷങ്ങൾ ഏറെയാണ്. നാദിറയുടെ തമാശ കലർന്ന സംസാര ശൈലിയും ഹ്യൂമർ സെൻസും തഗ് ഡയലോഗുകളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കപ്പെടാറുണ്ട്. ബിഗ് ബോസ് വീടിനകത്തെ വാദപ്രതിവാദങ്ങളിലും തന്റെ നിലപാട് കൃത്യമായി തുറന്നു പറയാൻ നാദിറ മടിക്കാറില്ല. വിന്നറാകാൻ സാധിച്ചില്ലെങ്കിലും താൻ പ്രതിനിധാനം ചെയ്യുന്ന സമൂഹത്തെക്കുറിച്ചുള്ള പൊതുബോധത്തെ മാറ്റാൻ നാദിറയ്ക്ക് സാധിച്ചിരുന്നു. ബിഗ് ബോസ് മലയാളത്തിൽ ആദ്യമായി മണിബോക്സ് ടാസ്ക് വിജയകരമായി പൂർത്തിയാക്കിയ മത്സരാർത്ഥി കൂടിയായിരുന്നു നാദിറ. ബിഗ് ബോസിൽ നിന്നും പുറത്തു വന്ന നാദിറയെ തന്റെ കുടുംബം വാരിപ്പുണർന്ന കാഴ്ച ഇന്നും ആരാധകർ മറന്നിട്ടുണ്ടാകില്ല. ബിഗ് ബോസിൽ നിന്നും പണപ്പെട്ടിയുമായാണ് നാദിറ പുറത്തേക്ക് പോകുന്നത്. ആ നിമിഷവും ആരാധകർ മറന്നിട്ടില്ല. ബിഗ് ബോസിന് ശേഷം സോഷ്യൽ മീഡിയയിലും സിനിമയിലുമെല്ലാമായി സജീവമായി മാറിയിരിക്കുകയാണ് നാദിറ മെഹ്റിൻ. രാഷ്ട്രീയത്തിലും തന്റെ സ്ഥാനം ഉറപ്പിച്ച വ്യക്തിയാണ് നാദിറ മെഹ്റിൻ. ഇപ്പോഴത്തെ നാദിറ പങ്കുവച്ച പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. നാദിറ ഇപ്പോൾ വിദ്യാർത്ഥി രാഷ്ട്രീയ രംഗത്തെ നേട്ടം വിവരിക്കുകയാണ് പുതിയ പോസ്റ്റിൽ. CPI വിദ്യാർത്ഥി സംഘടന ASFന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന കാര്യമാണ് നാദിറ പറയുന്നത്. നാദിറയുടെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ASF സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരിക്കൽ കൂടി തെരഞ്ഞെടുക്കപ്പെട്ടു. ഒത്തിരി അഭിമാനത്തോടു കൂടിയാണ് ഈ പോസ്റ്റ് പങ്കുവയ്ക്കുന്നത്. എന്നെ ഞാനാക്കിയ പ്രസ്ഥാനം. കാലങ്ങൾക്ക് മുന്നേ പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരെ എങ്ങനെ മുൻനിരയിൽ എത്തിക്കണമെന്ന് ആദ്യം മാതൃക കാണിച്ച വിദ്യാർത്ഥി പ്രസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ സംഘടിത വിദ്യാർത്ഥി പ്രസ്ഥാനമായ ASFലൂടെയാണ് ഇന്ത്യയിൽ ആദ്യമായി ഒരു ട്രാൻസ് വിദ്യാർത്ഥി സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നതും ആദ്യമായി എക്സിക്യൂട്ടീവിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത്. എന്റെ എല്ലാ നേട്ടങ്ങൾക്കും ഇന്ന് മൂർച്ഛം തരുന്ന പ്രസ്ഥാനം. ഇനിയും എന്നെ കൊണ്ട് സാധിക്കുമെന്ന ആത്മവിശ്വാസമാണ് തുടർന്നും 2ാം തവണയും ഒരു ട്രാൻസ് വിദ്യാർത്ഥിയായ ഞാൻ തെരഞ്ഞെടുക്കപ്പെടുന്നത്. ഉത്തരവാദിത്തങ്ങൾ ഏറെയാണ്. അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും നേടിയെടുത്തവ സംരക്ഷിക്കപ്പെടാൻ പോരാട്ടം ഇനിയും തുടരും. പഠിക്കുക, പോരാടുക. ഒപ്പം തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സഖാക്കൾക്കും അഭിവാദ്യങ്ങൾ. ബിഗ് ബോസ് 5ാം സീസണിലെ പങ്കാളിയായിരുന്നു നാദിറ. മുൻപ് മലയാളം ബിഗ് ബോസിൽ വന്ന ട്രാൻസ് മത്സരാർത്ഥികളിൽ നിന്നും വ്യത്യസ്തമായി അവസാന വീക്ക് വരെ പിടിച്ചുനിന്ന ഫൈനലിന് കാത്തുനിൽക്കാതെ ഒടുവിൽ പണപ്പെട്ടിയുമായാണ് മടങ്ങിയത്. കുടുംബത്തിന് പിന്തുണയില്ലാതെ ബിഗ് ബോസിലെത്തിയ നാദിറ ബിഗ് ബോസിന് പിന്നാലെ കുടുംബവുമായി ഒന്നിച്ചത് ഏറെ വാർത്തകൾ നിറഞ്ഞിരുന്നു. നേരത്തെ തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ സജീവമാണ് നാദിറ. അതേസമയം തന്റെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നാദിറ പറഞ്ഞതും ഏറെ ശ്രദ്ധ നേടിയിരുന്നു. താനിപ്പോൾ റിലേഷൻഷിപ്പിലാണെന്നും എന്നാൽ കമ്മിറ്റ്മെന്റ് ഉള്ളതല്ലെന്നുമാണ് താരം പറഞ്ഞത്. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ പ്രതികരണം. കല്യാണം എന്നാണെന്ന ചോദ്യത്തോട് പ്രതികരിക്കവെയാണ് തന്റെ പ്രണയത്തെക്കുറിച്ച് നാദിറ വെളിപ്പെടുത്തിയത്. കല്യാണമായിട്ടില്ല, ആലോചനകൾ നടക്കുന്നു. മാട്രിമോണിയിൽ ഒന്നും ഇട്ടിട്ടില്ല. ഞാൻ ഓൾറെഡി ഒരു ചെറിയ റിലേഷൻഷിപ്പിലാണ്. പക്ഷേ കമ്മിറ്റ്മെന്റ് ഉള്ള റിലേഷൻഷിപ്പ് അല്ല, ലിവിംഗ് ടുഗദറിലുമല്ല. സിറ്റുവേഷൻഷിപ്പ് എന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഒരു കമ്മിറ്റ്മെന്റ്സിലേക്ക് എത്താനുള്ള സിറ്റുവേഷൻ എനിക്ക് ഇപ്പോഴില്ല. അതുകൊണ്ടാണ് സിറ്റുവേഷൻഷിപ്പ് എന്ന് പറയുന്നത്. എപ്പോൾ വേണമെങ്കിലും പിരിയാം. റിലേഷൻഷിപ്പിൽ ഉള്ളതാണല്ലോ പിരിയുക എന്നാണ് നാദിറ മെഹ്റിൻ പറഞ്ഞത്. ആക്ടിവിസ്റ്റ്, മോഡൽ, അഭിനേത്രി എന്നീ തലങ്ങളിലേക്കെല്ലാം ഉയരും മുമ്പ് ഇരുണ്ട ഒരു ഭൂതകാലം കൂടി ഉണ്ടായിരുന്നു നാദിറ മെഹ്റിന്. അതേക്കുറിച്ചെല്ലാം പലപ്പോഴായി താരം മനസ്സ് തുറന്നിട്ടുമുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത്. ഏത് സമൂഹത്തിന് മുന്നിലും ഞാനൊരു ട്രാൻസ് വ്യക്തിയാണെന്ന് ഉറക്കെ വിളിച്ച് പറഞ്ഞാണ് ഇവിടെ വരെ എത്തിയത്. ഇക്കാലത്തിനിടയിൽ നേരിട്ട അധിക്ഷേപങ്ങളും പരിഹാസങ്ങളും എല്ലാം ചെറുതല്ല. ഒരു പുരുഷൻ ട്രാൻസ് വ്യക്തിയാകാൻ തീരുമാനിക്കുമ്പോൾ ഇന്ന് ലഭിക്കുന്ന പരിഗണനകളൊന്നും അന്നുണ്ടായിരുന്നില്ല. തുറച്ചുനോട്ടങ്ങളെയും അവഗണനകളെയും എല്ലാം അതിജീവിച്ചാണ് കടന്നു വന്നത്. ഇനിയും മനുഷ്യർക്ക് അത്തരം സാഹചര്യം ഉണ്ടാകരുതെന്ന് ആഗ്രഹിച്ചാണ് മുന്നോട്ട് ഓരോ പ്രവൃത്തികളും. കുട്ടിക്കാലം തൊട്ടേ എന്റെ ഉള്ളിൽ ഉള്ളത് ഒരു ആൺകുട്ടിയല്ലെന്ന് തിരിച്ചറിയുന്നുണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും അത് തുറന്നു പറയാനുള്ള സാഹചര്യം ഉണ്ടായില്ല, അല്ലെങ്കിൽ അതിന് കഴിഞ്ഞിരുന്നില്ല. 17ാമത്തെ വയസ്സിലാണ് ഉള്ളിൽ ഒരു സ്ത്രീയാണെന്ന് സത്യം പുറത്തു പറയുന്നത്. കുടുംബത്തിന് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നതായിരുന്നില്ല. ആ തുറന്നു പറച്ചിലോടെ വീടിനുള്ളിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു. വീട്ടിൽ നിന്ന് മാത്രമല്ല, മതത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നുമൊക്കെ എന്നെ മാറ്റി നിർത്തി. അവിടെ നിന്ന് ഇന്ന് വരെ എന്റെ മാത്രം പോരാട്ടത്തിന്റെ ഭാഗമായാണ് എത്തിയത്. സംസ്ഥാന സർക്കാരിന്റെ സ്കോളർഷിപ്പുകൾ വിനിയോഗിക്കുകയും ചില ക്ലാസുകൾ എടുക്കാൻ പോവുകയും അവതരണവും ഉദ്ഘാടനങ്ങളും ഒക്കെ ആയിരുന്നു ഉപജീവനം. ഒപ്പം മോഡലിംഗും അഭിനയവും കൊണ്ടുപോകുന്നുണ്ട് എന്നാണ് മുമ്പൊരു അഭിമുഖത്തിൽ നാദിറ പറഞ്ഞത്. സഹപാഠികളിൽ നിന്ന് തന്നെ ലൈംഗികമായി ആക്രമിക്കപ്പെട്ട വ്യക്തി കൂടിയാണ് നാദിറ മെഹ്റിൻ. ബിഗ് ബോസിൽ മത്സരാർത്ഥിയായി പങ്കെടുത്ത ശേഷമാണ് നഷ്ടപ്പെട്ടെന്ന് കരുതിയ കുടുംബത്തെ നാദിറയ്ക്ക് തിരിച്ചു കിട്ടിയത്. ഇപ്പോൾ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ഒപ്പം എല്ലാം സന്തോഷത്തോടെയാണ് നാദിറയുടെ ജീവിതം. നാദിറയുടെ തമാശ കലർന്ന സംസാര ശൈലിയും ഹ്യൂമർ സെൻസും തകിൽ ഡയലോഗുകളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കപ്പെടാറുണ്ട്. എതിരെ നിന്ന വിലങ്ങുതടികളെല്ലാം തട്ടിമാറ്റി പൊരുതി നീങ്ങി ബിഗ് ബോസ് വീടോളം നാദിറ എത്തുമ്പോൾ ആ യാത്ര ഒട്ടും എളുപ്പമായിരുന്നില്ലെന്നും വേണം പറയാൻ. ബിഗ് ബോസിലെ ജീവിതകഥ പറയുന്ന ടാസ്കിൽ നാദിറ പറഞ്ഞ കാര്യങ്ങൾ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. അവനിൽ നിന്നും അവളിലേക്കുള്ള ദൂരം എന്നാണ് തന്റെ ജീവിതകഥയ്ക്ക് നാദിറ നൽകിയ പേര്. 1999 കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാടാണ് നാദിറ ജനിച്ചു വളർന്നത്. നജീബ് എന്നായിരുന്നു മാതാപിതാക്കൾ നൽകിയ പേര്. കുടുംബത്തിൽ ആൺകുട്ടിയാണ് ജനിച്ചതെന്ന് അറിഞ്ഞപ്പോൾ വീട്ടുകാർക്ക് സന്തോഷമായിരുന്നു. പണിയെടുത്ത് വീട് നോക്കാൻ ഒരാളായല്ലോ എന്നായിരുന്നു എല്ലാവർക്കും. കുട്ടിക്കാലത്ത് തനിക്ക് പെൺകുട്ടികളോട് കൂട്ടുകൂടാനായിരുന്നു ഇഷ്ടമെന്നും നാദിറ പറഞ്ഞു. കുട്ടിക്കാലത്ത് തന്നെ ഞാൻ തെരഞ്ഞെടുക്കുന്ന കളിപ്പാട്ടം പോലും പാവകളായിരുന്നു. ചെറിയ ക്ലാസ്സിൽ പോലും ഞാൻ പെൺകുട്ടികൾക്കൊപ്പമാണ്
കൂട്ടുകൂടിയിരുന്നത്. 7ാം ക്ലാസ്സിന് ശേഷം ഞാൻ സ്കൂൾ മാറിയിരുന്നു. മിക്സ്ഡ് സ്കൂൾ ആണെങ്കിലും ആൺകുട്ടികൾ മാത്രമാണ് ക്ലാസ്സിലുണ്ടായിരുന്നത്. അവർ ഉൾപ്പെടെ മുന്നിൽ വെച്ച് പോലും ചാന്തുപൊട്ട് തുടങ്ങിയ വാക്കുകൾ ഉപയോഗിച്ച് വിളിച്ചത് വേദനിപ്പിക്കുന്ന അനുഭവമായിരുന്നു. മിക്കപ്പോഴും ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നു. സഹപാഠികൾ എന്നെ ഒപ്പം ചേർക്കില്ലായിരുന്നു. ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഞാൻ അധ്യാപകരോട് പറയുമായിരുന്നു. ഒരു ദിവസം എന്റെ ക്ലാസ്സിലെ തന്നെ 8ഓളം ആൺകുട്ടികൾ എന്നെ സെക്ഷലി റേപ്പ് എന്ന രീതിയിൽ ആക്രമിച്ചു. എന്റെ വസ്ത്രം കീറി. എന്റെ സെക്ഷൽ ഓർഗൻ എന്താണ് എന്ന് നോക്കാനാണ് അവർ ശ്രമം നടത്തിയത്. ഇന്നും വേദനിപ്പിക്കുന്ന അനുഭവമാണത്. അന്ന് സ്റ്റാഫ് റൂമിലേക്ക് ഒരു ബാഗ് പൊത്തിപ്പിടിച്ചാണ് ഞാൻ പോയത്. അവിടുത്തെ ഒരു അധ്യാപകരും ആ കുട്ടികളെ വിളിച്ച് ശാസിക്കാൻ പോലും തയ്യാറായില്ല. എന്നെ പറഞ്ഞ് തിരുത്താനാണ് അവർ നോക്കിയത്. സങ്കടം കൊണ്ട് ആത്മഹത്യ ചെയ്യാൻ പോലും ഞാൻ ശ്രമിച്ചിരുന്നു. 15ാമത്തെ വയസ്സിലാണ് ഞാൻ ആരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. തന്റെ സ്വത്തം മനസ്സിലാക്കിയ നാദ്ര പിന്നീട് വീട് വിട്ട് ഇറങ്ങുകയായിരുന്നു. സ്വന്തം കാലിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ നാദ്ര പിന്നീട് ആക്ടിവിസ്റ്റ്, മോഡൽ, അഭിനേത്രി എന്നീ നിലകളിലെല്ലാം ശ്രദ്ധ നേടി. കാലടി യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ASF പ്രതിനിധിയായി പാനലിനെ നയിച്ചും നാദ്ര ശ്രദ്ധ നേടിയിരുന്നു. ഇന്ത്യയിൽ തന്നെ ആദ്യമായാണ് ഒരു യൂണിയൻ തെരഞ്ഞെടുപ്പിന് ട്രാൻസ് വ്യക്തി നയിച്ച സംഭവം. MA തിയേറ്റർ വിദ്യാർത്ഥിയാണ് നാദ്ര ഇപ്പോൾ. ന്യൂസ് റീഡറായും നാദ്ര ജോലി ചെയ്തിട്ടുണ്ട്. മലയാളം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ മണി ബോക്സ് ടാസ്കിലൂടെ പുറത്തെത്തുന്ന ആദ്യ മത്സരാർത്ഥി കൂടിയാണ് നാദ്ര. നാദ്രയുടെ കടലപ്പാട്ട് അടക്കം ആ സീസണിൽ വൻ വൈറലായിരുന്നു.